ഗൈസ്, സംഭവം റെയിൽവേ ട്രാക്കിന് തൊട്ട് താഴെ മൊത്തത്തിൽ പണി പാളിയിരിക്കുവാണ് കേട്ടോ. ചൂണ്ടയിൽ കൊരുത്ത് ഒരു തലയോട്ട് കയറി വന്നുകൊണ്ടിരിക്കുവാണ്. സംഗതി വള്ളിക്കേസ് ആയെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. കൂണിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വെപ്രാളത്തിൽ നോക്കാനിറങ്ങി നമ്മുടെ ഷാനവാസ് ബ്രോ കറക്റ്റ് മുള്ളിന്റെ ഇടയ്ക്ക് പോയി ചാടിയിട്ടുണ്ട്. എന്നാൽ സംഗതി കരക്കെത്തിയപ്പോഴാണ് പോയ ശ്വാസം നേരെ വീണത്. ഇത് കട്ട് ചെയ്ത് മാറ്റിയ രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ക്യാനിന്റെ മുകളിലത്തെ ഭാഗമാണ്. ഇതിന്റെ മുകളിലാകെ മൊരി അഥവാ മുരിങ്ങ പിടിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഓയിസ്റ്റർ എന്ന പേരുള്ള ഇതിന്റെ ഇറച്ചിക്ക് വൻ ഡിമാൻഡ് ആണ് കേട്ടോ. ഇതിലെ ഒരു പീസ് അടർത്തിയെടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് നിറച്ചും ഇറച്ചിയുള്ളതായി കാണപ്പെട്ടു. എന്തായാലും ഇത്രയും ഇറച്ചിയുള്ള സ്ഥിതിക്ക് നമ്മൾ ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിന് ചുറ്റും ഓടിക്കളിക്കുന്ന ഈ അക്വാട്ടിക് ഇരകളെ നമ്മൾ നമ്മുടെ മീനുകൾക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലുമാണ്. എന്തായാലും വീട്ടിലെത്തിയ ശേഷം ഇതിൽ നിന്നും കുറച്ച് ഇരകളെ ഫോഴ്സപ്സ് കൊണ്ട് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ കഴുകി നേരെ കൊണ്ടുപോയി നമ്മുടെ റെഡ് ടെയിൽ കാറ്റ്ഫിഷിന്റെ ടാങ്കിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇവന്മാരാണെങ്കിൽ ഇതിനെ കാണേണ്ട താമസം സ്പോട്ടിൽ ഇറങ്ങി വന്ന് അടിച്ച് അകത്തുവാക്കി. അങ്ങനെ നമ്മുടെ റെഡ് ടെയിൽ കാറ്റ്ഫിഷിന് നമ്മൾ ആദ്യത്തെ ലൈവ് ഫീഡ് കൊടുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ ചെന്ന് ഒരു സൈസുള്ള ഓയിസ്റ്റർ എടുത്ത് പൊട്ടിച്ച് അതുമായി നേരെ നമ്മുടെ ഓസ്കാറിന്റെ ടാങ്കിന്റെ അടുത്തേക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ റെഡ് ടെയിലിനും ഓസ്കാറിനും വൺ ട്രീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.